ആനമതിലുണ്ടെങ്കിലും വന്യജീവി ശല്യത്തിന് അറുതി വരാതെ മലയോര മേഖല. കേളകം ഗ്രാമപഞ്ചായത്തിലാണ് ആനമതിലിന് മതിയായ നീളമില്ലാത്തത് കാരണം പ്രദേശവാസികൾ ദുരിതത്തിലായത്. കേളകം പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണങ്ങൾ വ്യാപകമാണ്. കേളകം പഞ്ചായത്തിലെ രാമച്ചി, കരിയംകാപ്പ് മുതലായ നിരവധി പ്രദേശങ്ങളിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ശല്യം രൂക്ഷമാണ്. ആനമതിലുണ്ടെങ്കിലും പല ഭാഗങ്ങളിലും ആനമതിൽ തകർന്നു കിടക്കുന്നതും മതിയായ നീളം ആനമതിലിന് ഇല്ലാത്തതും വലിയൊരു പോരായ്മയായിട്ടാണ് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു കറവക്കന്നാലിയെ വളർത്തി അല്ലെങ്കിൽ ഒരു മൃഗങ്ങളെ വളർത്തി ഉപജീവനമാർഗം നയിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളാണ്. ഒന്ന് കാർഷിക മേഖലയുടെ തകർച്ച, വിലത്തകർച്ച, പ്രതികൂലമായ കാലാവസ്ഥ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം ഒരു കന്നുകാലിയെ വളർത്തിയാലും ആടിനെ വളർത്തിയായാലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതെല്ലാം മനുഷ്യൻ രാത്രിയിൽ എല്ലാം റബ്ബർ വെട്ടാൻ വേണ്ടി വരുന്നൊരു ഭൂപ്രദേശമാണിത്. അപ്പോൾ ഇപ്പം നാളെ ഇപ്പോൾ ഇന്നിപ്പോൾ ജീവിയെ പിടിച്ചു, നാളെ ഇപ്പോൾ ഒരു മനുഷ്യനെ പിടിച്ചാലും മനുഷ്യൻ്റെ ജീവൻ പിന്നെ അവർക്ക് ആര് വില നിശ്ചയിക്കും? മനുഷ്യൻ്റെ ജീവൻ അവർ കുടുംബത്തിന് ആരും ഉത്തരവാദിത്തം. അതുകൊണ്ട് നമ്മൾ പറയുന്നത് സാധാരണ കീഴേക്കടയിലുള്ള സാധാരണ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ബലി കൊടുക്കാതെ മേൽക്കടകളിൽ നിന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണം. മലയോര മേഖലയിലെ ഈ വന്യജീവി ആക്രമണങ്ങൾ പരിഗണനയിൽ ഉണ്ടെന്നും ആനമതിലിന്റെ നീളം വർദ്ധിപ്പിക്കുന്നത് പോലുള്ള നീക്കങ്ങൾ കേളകം ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസഫ് പറഞ്ഞു. 10 കിലോമീറ്ററിലധികം ദൂരത്തിൽ ആനമതിൽ പണി തീർക്കാൻ വേണ്ടി സാധിച്ചു. എന്നാൽ അതിൽ നിന്ന് അവശേഷിക്കുന്ന ഒരു 2 കിലോമീറ്റർ കൂടി ഒരു കുഴപ്പമില്ലാതെ ആനമതിൽ പണിയാവുന്ന സ്ഥലം നിലവിലുണ്ട് എന്ന് പുലി കയറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഞാനത് അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. നിയമസഭ മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ നിർബന്ധമായും കേരളത്തെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ പരിഗണനയിലുണ്ട്. അതിൽ ഫസ്റ്റ് പരിഗണനയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നാണ് ആ ആനമതിലിന്റെ നീട്ടം വർദ്ധിപ്പിക്കുക എന്നുള്ളതും നിലവിലുള്ള ആനമതിലിന്റെ മെയിൻ്റനൻസ് പണികൾ പൂർത്തീകരിക്കുക എന്നുള്ളതും. മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവനും കൃഷികളുടെ സുരക്ഷയ്ക്കും ഉറപ്പാക്കുന്ന നീക്കങ്ങൾ അധികൃതർ ഉടൻ തന്നെ നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.